അർഹതയില്ലാത്ത നാം എന്തു തന്നെ നേടിയാലും നമ്മൾ കുഷ്ഠം പിടിപെടുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം വ്യക്തമാക്കുകയാണ്. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാന് കുഷ്ഠരോഗം പിടിപെട്ടു. നാമാനെ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം സിറിയക്കാർക്ക് നൽകിയിരുന്നു. ഒരിക്കൽ കുഷ്ഠരോഗിയായ നാമാന്റെ ഭാര്യയുടെ പരിചാരിക ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: ഞങ്ങളുടെ സമറിയായിലായിരുന്നുവെങ്കിൽ നാമാന്റെ ഈ രോഗത്തെ പരിപൂർണമായിട്ട് ഞങ്ങളുടെ ദൈവപുരുഷൻ പ്രവാചകനായ എലീശ സുഖപ്പെടുത്തുമായിരുന്നു. ഇത് നാമാൻ രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് സമറിയ രാജാവിനൊരു കത്ത് കൊടുത്തു വിടുകയാണ്. കത്തുമായിട്ട് അവൻ അവിടെ എത്തുമ്പോൾ രാജാവ് അത് വായിച്ചിട്ട് വസ്ത്രങ്ങൾ വലിച്ചു കയറി അവൻ തറയിലിരുന്നു കൊണ്ട് അവൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും സുഖപ്പെടുത്താനും ഒക്കെ ഞാൻ ആരാണ്? എനിക്കതിനുള്ള കഴിവുണ്ടോ? ഞാൻ ദൈവമാണോ? അങ്ങനെ നിലവിളിച്ച് അവൻ കരഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതറിഞ്ഞ എലീശ ഇപ്രകാരം പറയുന്നുണ്ട്: അവനെ, കുഷ്ഠരോഗിയായ നാമാനെ എൻ്റെ അരികിലേക്ക് അയക്കുക. അങ്ങനെ കുഷ്ഠരോഗിയായ നാമാൻ എലീശയുടെ അരികിലേക്ക് പോവുകയാണ്. എലീശ അവനോട് പറഞ്ഞു: നീ പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറയുകയാണ്. 7 പ്രാവശ്യം അവൻ മുങ്ങി കയറുമ്പോൾ അവൻ്റെ ശരീരം ഒരു ശിശുവിൻ്റെ ശരീരം പോലെ മാറുകയും അവൻ്റെ ശരീരത്തിൽ നിന്ന് കുഷ്ഠം വിട്ടുമാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ ധാരാളമായിട്ട് കൊണ്ടുവന്ന തൻ്റെ സ്വർണവും പട്ടുവസ്ത്രങ്ങളുമൊക്കെ അവൻ ഈ എലീശയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. പക്ഷെ അത് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തെ ഭൃത്യനായ ഗഗസി എന്ന് പറയുന്ന ഭൃത്യൻ ഇത് കരസ്ഥമാക്കുവാൻ വേണ്ടി രഥത്തിൻ്റെ പിന്നാലെ ഓടുകയും തൻ്റെ യജമാനെ കാണുവാൻ വേണ്ടി 2 പേര് കടന്നു വന്നിരിക്കുകയാണ്. അവർ കൊടുക്കാൻ വേണ്ടി യജമാനൻ തന്നോട് ഈ സ്വർണവും പട്ടുവസ്ത്രവും വാങ്ങാനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ തിരിച്ചെത്തുമ്പോൾ ഇപ്രകാരം എലീശ ചോദിക്കുകയാണ്: നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു: ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എലീശ പറയുന്നുണ്ടായിരുന്നു: അർഹതയില്ലാത്ത സമ്പത്ത് നാമാനിൽ നിന്ന് നീ കരസ്ഥമാക്കിയത് കൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിലും നിന്റെ മക്കൾക്കും കുഷ്ഠം പിടിപെടുമെന്നു. അർഹതയില്ലാത്തതൊന്നും നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കരുത്. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുക്കരുത്. ദൈവം തന്നത് സന്തോഷത്തോടു കൂടെ നമ്മൾ സ്വീകരിക്കുക. നമുക്ക് അർഹതയില്ലാത്ത ദൈവം നമുക്ക് നൽകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കത് ലഭിച്ചില്ല, ഇത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കണ്ണുനീർ വാർക്കാതെ ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഈ ദിനത്തെ നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കാതെ ദൈവമേ, നീ നൽകിയതെല്ലാം സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപ നീ ഞങ്ങൾക്കായി നൽകണമേ. ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.